നമസ്കാരം. 2026 ജനുവരി 26 ഇന്ന് നമ്മുടെ ഭാരതം 77ാമത്തെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. അതുമാത്രമല്ല, റെനോ അവരുടെ ഡസ്റ്റർ ഒഫീഷ്യലി ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 4 മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്തുള്ള ഒരു വാഹനമാണ്. ഈ ഒരു വാഹനം സി സെഗ്മെൻറ്റ് കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ്. ക്രെറ്റ സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ്. ക്രെറ്റയെ പോലെയുള്ള ഭീമനെയൊക്കെ നേരിടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ള എൻജിനീയറിംഗ് മാർവലുമായിട്ടാണ് ഈ ഒരു വാഹനം വരേണ്ടത്. അങ്ങനെയാണ് വരുന്നത് എന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ റെനോ ഡസ്റ്ററിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഇവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി 90% ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നിർമ്മിച്ച റെനോ ഡസ്റ്ററിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. ഒരുപാട് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡസ്റ്റർ എന്ന് പറയുന്ന ലോഗോ നല്ല രീതിക്ക് കനത്ത് 3D ലോഗോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് എടുത്തുകൊണ്ടൊരു കാര്യം. അതുമാത്രമല്ല, ഹെവി ക്ലാഡിങ്സ് ഈ ഒരു വാഹനത്തിൻ്റെ ബമ്പറിലാണെന്നുണ്ടെങ്കിലും സൈഡിലാണെന്നുണ്ടെങ്കിലും ഈവൻ റിയറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ടെയിൽ ലൈറ്റിലാണെങ്കിൽ പോലും ഒരു Y എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ എലമെൻറ്റ്സ് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിപ്പം ബാക്കിലെ ബ്രേക്ക് ലൈറ്റിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത രീതിയിലൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഡിസൈൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. എന്നാൽ പോലും നമ്മൾ മെക്കാനിക്കൽ സൈഡാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ റൂഫ് റെയിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഫങ്ഷണൽ റൂഫ് റെയിലാണ്. അത് മാത്രമല്ല, വലിയ പനോരമിക് സൺറൂഫ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് എടുത്തു പറയാം, ഇൻറ്റീരിയറിലെ കാര്യങ്ങളാണ്. ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ അസിസ്റ്റ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പം നമുക്ക് സാധാരണഗതിയിൽ വരുന്ന വാഹനങ്ങളിലൊക്കെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. എന്നാൽ ഇൻബിൽഡായിട്ട് ഗൂഗിളിൻ്റെ ഫീച്ചേഴ്സൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ അതിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ അങ്ങനെയല്ല, ഓൾറെഡി ഗൂഗിൾ അതിനകത്ത് ഇൻബിൽഡായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ കഴിയും. എക്സ്പെഷ്യലി ഗൂഗിൾ മാപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് നമ്മൾ എടുത്തു കൊണ്ടൊരു കാര്യം, സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ചിലയിടങ്ങളിലൊക്കെ ഹാർഡ് ടച്ച് ആയിട്ടുള്ള പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും ഉണ്ട്. അത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. 6 വേ അഡ്ജസ്റ്റബിൾ പവർ സീറ്റുകൾ ഉണ്ട്. അത് ഡ്രൈവർക്കും ഉണ്ട്, കോ ഡ്രൈവർക്കും ഉണ്ട്. വെന്റിലേറ്റഡ് സീറ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പിന്നെ ജനറേഷൻ സ്വിഫ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള സി പില്ലറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡോർ ഹാൻഡിൽസ് അതിവിടെയും കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിലേക്ക് പോകാം. മെക്കാനിക്കൽ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം, അതായത് ഇത് ഒരു എൻജിനീയറിംഗ് മാർവലാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലാറ്റ്ഫോം GMF-B പ്ലാറ്റ്ഫോമിൽ വരും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റെനോ ഗ്രൂപ്പ് മോഡുലാർ പ്ലാറ്റ്ഫോമാണ്. അതായത് RGP പ്ലാറ്റ്ഫോമാണ്. ഇത് 90% ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് നിർമ്മിച്ചൊരു പ്ലാറ്റ്ഫോമാണ്. ബെസ്റ്റ് ഇൻ ക്ലാസ് എന്നാണ് ഇവർ പറയുന്നത്. തീർച്ചയായിട്ടും റൈഡ്, ഹാൻഡ്ലിംഗ്, കംഫർട്ടബിൾ, അതുമാത്രമല്ല സേഫ്റ്റി, നല്ല സ്റ്റിയറിംഗ് ഫീഡ്ബാക്കാണ്. സ്റ്റിയറിങ്ങിൻ്റെ ട്യൂണിംഗ് ഒക്കെ വളരെ മികച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. അതായത് മദ്രാസ് ഇൻ്റർനാഷണൽ സർക്യൂട്ട് അങ്ങനെയുള്ള റേസിംഗ് ട്രാക്കിലാണ് ഈ ഒരു വാഹനം ട്യൂൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ സസ്പെൻഷൻ, അതിൻ്റെ റൈഡ്, അതിൻ്റെ ഹാൻഡ്ലിങ്, കംഫർട്ട് കാര്യങ്ങളെല്ലാം ട്യൂൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു റേസിംഗ് ട്രാക്കിലാണ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പ്രിസൈസ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അപ്രോച്ച് ആംഗിളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 26.9 ഡിഗ്രിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ. ഡിപ്പാർച്ചർ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ 34.7 ആണ്. എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് 212 മില്ലിമീറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. 700 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. വുഡ് യു ബിലീവ്? 700 ലിറ്റർ, വളരെ വലിയ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ AC അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ഫിസിക്കൽ ബട്ടൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടാക്ടൈൽ ഫീൽ നമുക്കവിടെ ഉണ്ടാകും. അതിനകത്ത് ഇവരുടെ ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ കാര്യത്തെ എടുത്തു പറഞ്ഞു. അതായത് സേഫ്റ്റി കൺസേൺ അതിനകത്തുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ പഞ്ചിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടച്ച് ആയിട്ടുള്ള ഒരു പാനൽ കൊടുത്തിട്ടുണ്ട് AC-യുടെ. അപ്പോൾ അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്കതിൽ ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡ്രൈവറുടെ ഫോക്കസിനെ അത് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഡ്രൈവറുടെ ഫോക്കസിനെ അതൊരു തരത്തിൽ ബാധിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഫിസിക്കൽ ബട്ടൺസാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്.
കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ട്രെയിനാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡ്യൂറബിലിറ്റി അതിനെക്കുറിച്ച് കമ്പനി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഇന്ത്യൻ സാഹചര്യത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്തൊരു വാഹനം തന്നെയാണ്. ഏകദേശം 3 കോണ്ടിനെൻറ്റിൽ ഈ ഒരു വാഹനം ഒരുപാട് കിലോമീറ്ററോളം, ലക്ഷക്കണക്കിന് കിലോമീറ്ററോളം വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. 90% പാർട്സ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. റെനോയുടെ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു സ്ലോഗൻ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ പ്ലാറ്റ്ഫോം ഈസ് എ വണ്ടർ ദെൻ ദ പവർ ട്രെയിൻ ഈസ് എ തണ്ടർ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ തണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് അവർ അർത്ഥമാക്കിയത്. ബെസ്റ്റ് ഇൻ ക്ലാസ് എഞ്ചിൻ എന്തായാലും അവർ കൊടുക്കും എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതിൽ ഒന്ന് ഹൈബ്രിഡ് ആണ്. കാര്യം കൂടി എടുത്തു പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ വീലുകൾ 18 ഇഞ്ച് വീലുകളാണ്. അതായത് 225, 55, R18 ആണ് വീലിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ് വീൽസ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് കടക്കാം. ആദ്യത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് ടർബോ TCE 160 എന്ന് പറയുന്ന എഞ്ചിനാണ്. 163 bhp പവറും 280 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നത്. എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പവർ ജനറേഷൻ കപ്പാസിറ്റിയാണ്. പവർ ഗ്ലൈഡ് കോട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഹീറ്റിനെയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം അതിലൂടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കാനും കഴിയുന്നുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ വരുമ്പോഴത്തേക്കും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്, അത് DCT ആണ്. അതിലെടുത്തു കൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത് വെറ്റ് ക്ലച്ച് ആണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ സാഹചര്യത്തിൽ അത് വളരെയധികം സ്യൂട്ടബിൾ ആകും എന്നാണ് കമ്പനിയുടെ ഒഫീഷ്യൽസിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഹയസ്റ്റ് ആയിട്ടുള്ള എനർജി ഡെൻസിറ്റി നൽകുന്ന ഒരു എഞ്ചിനാണ് ഇത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ പുതിയൊരു ടെക്നോളജിയാണ്. അതിനൊരു പേറ്റന്റ് ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പേറ്റന്റ് ലഭിച്ച പവർ ഗ്ലൈഡിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി എന്ന് പറയാൻ കഴിയില്ല, അതൊരു പ്രോസസ്സാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സ്പ്രേ കോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ മിറർ പോളിഷോണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിനൊരു പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടുതൽ ഫ്രിക്ഷനെയൊക്കെ കുറയ്ക്കുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല ലൂബ്രിക്കേഷനെ സഹായിക്കും, നല്ല രീതിക്ക് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് എഞ്ചിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു പവർഫുൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. എല്ലാം ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ടെക്നോളജിയിലാണ് ഈ ഒരു എഞ്ചിൻ വരുന്നത്. നമുക്ക് കൂടുതൽ ടെക്നോളജിയിലേക്ക് കടക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 1 ലിറ്ററിൽ ഒരു എഞ്ചിൻ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രി ലെവൽ സെഗ്മെൻറ്റിലായിരിക്കും ആ ഒരു എഞ്ചിൻ വരുന്നത്. ഈ പറഞ്ഞ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 163 PS പവറും 280 Nm ടോർക്കും ഉള്ളത്, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.3 ലിറ്ററിൽ വരുന്ന ഒരു എഞ്ചിനായിരിക്കും. ഇനി വരാൻ പോകുന്നത് 1.8 ലിറ്ററിൽ വരുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 സ്പീഡ് DHC വിത്ത് 2 മോട്ടറും വരുന്നുണ്ട്. അതായത് 8 സ്പീഡ് DHCയുടെ കൂടെ തന്നെ 2 മോട്ടർ വരുന്ന അത്തരത്തിലുള്ള ടെക്നോളജിയാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് 1.4 kWh ഒരു ബാറ്ററിയും വരുന്നുണ്ട്. കമ്പനി പറയുന്നത് സിറ്റിയിലെല്ലാം 80% മുകളിൽ ക്ലോസ് ടു 80% ഇലക്ട്രിക് വാഹനമായിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏകദേശം ഈ ഒരു വാഹനം ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് എത്ര ലഭിക്കും എന്ന് ചോദിച്ചാൽ 30 കിലോമീറ്ററിന് മുകളിലാണ് കമ്പനി ക്ലെയിം ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും പവറിൻ്റെ കാര്യത്തിൽ സെഗ്മെൻറ്റിൽ മറ്റ് വാഹനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും റെനോയുടെ ഈ 3 എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ 2 എഞ്ചിനുകളെ കുറിച്ചിട്ടാണ്. സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള എഞ്ചിനും അത് മാത്രമല്ല ഈ പറയുന്ന 1.3 ലിറ്ററിൽ വരുന്ന 163 PS 280 Nm ടോർക്കും വരുന്ന ആ ഒരു എഞ്ചിനും. ഈ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് E-Tech 160 എന്നുള്ളതാണ്. അതായത് 160 bhp പവർ ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സ്ട്രോങ് ഹൈബ്രിഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 1.8 ലിറ്റർ GDI എഞ്ചിനാണ്. സ്ട്രോങ് ഹൈബ്രിഡ് E-Tech 160 എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു എഞ്ചിനാണ് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല 1 ലിറ്റർ എൻട്രി ലെവലിലെ ഒരു എഞ്ചിനും ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് വന്നിട്ടുള്ളത്. ലൈറ്റായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, മോഡുലാർ പ്ലാറ്റ്ഫോമാണ്. എടുത്തു വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ അവർ വിവിധ രീതിയിലുള്ള പവർ ട്രെയിനിന് വേണ്ടി ഉപയോഗിക്കും, തീർച്ചയാണ്. അതുമാത്രമല്ല റൈഡ് ഹാൻഡ്ലിങ്, ട്യൂൺഡ് സസ്പെൻഷൻ, സ്റ്റിയറിംഗ് വളരെ പ്രിസൈസ് ആക്കി എന്ന് കമ്പനി പറയുന്നുണ്ട്. എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് പവറിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ പറയുന്ന 2 എഞ്ചിൻ, അതായത് ഹൈബ്രിഡ് എഞ്ചിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ഈ 1 ലിറ്റർ എഞ്ചിനിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ടായിരിക്കും. എന്നാൽ അതിന് മുകളിൽ നിൽക്കുന്ന ഈ 1.3 ലിറ്റർ 63 PS പവറും 280 Nm ടോർക്കുമുള്ള ആ ഒരു എഞ്ചിൻ എത്ര കണ്ട് ഫ്യൂൽ എഫിഷ്യൻ്റ് ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രിമാ ഫേസിലുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ നൽകിയത്. വാഹനം ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ.
വിലയൊന്നും ഇതുവരെ കമ്പനി അനൗൺസ് ചെയ്തിട്ടില്ല. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.